ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നോമ്പൊക്കെ വരാറായി, എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും പത്തിരി. എന്നാൽ ഈ ടിപ്പ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇനി പത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയല്ല. വളരെ ഈസി ആയിട്ട് കുഞ്ഞു മക്കൾക്ക് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് എത്ര പത്തിരി വേണമെങ്കിലും മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പും അതുപോലെ തന്നെ ഇടിയപ്പം സേവനാഴി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കുഴയ്ക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്പും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണോ അളന്നെടുക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പത്തിരി ഇടിയപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണ് ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടി കനമുള്ള ഏത് പാത്രം എടുക്കാം. കുക്കർ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കട്ടകളൊക്കെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടകളൊക്കെ ഉടച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. നമുക്ക് വളരെ എളുപ്പത്തിൽ പത്തിരി ആയാലും ഇടിയപ്പമായാലും മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ. പെട്ടെന്ന് നമുക്കിത് കട്ടയായിട്ട് വരും കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ചില അരിപ്പൊടിക്ക് കുറച്ച് അധികം വെള്ളം വേണ്ടി വരും, ചിലതിന് വളരെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ കണ്ടില്ല, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ മാവൊക്കെ ഇതുപോലെ തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ ഒരു പത്തിരിയുടെ പരുവം, അതുപോലെ തന്നെ ഇടിയപ്പത്തിന് നമ്മൾ മാവ് ഉണ്ടാക്കുന്ന ഒരു പരുവൊക്കെ ആ രീതിയിലാവുന്ന സമയത്ത് നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ അടുപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കയ്യിലെടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഉരുണ്ട് വരുന്നുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുക്കർ എടുത്തിട്ടുള്ളത്. നമ്മളിത് കുഴയ്ക്കുക പരത്തി ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കർ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മാവ് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടോട് കൂടെ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചൂടോടെ നമ്മൾ കുഴയ്ക്കുക ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ ആ കുക്കർ 5 മിനിറ്റ് അടച്ച് വെക്കുന്ന സമയത്ത് ഞാൻ വേറൊരു രീതിയിൽ പത്തിരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1 ഗ്ലാസ് അരിപ്പൊടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ പണ്ട് മുതലേ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിന്റെ അളവിൽ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവിൽ ചെറിയൊരു വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ മാവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കത് എടുത്ത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിലും പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ മാവൊക്കെ ഏകദേശം നന്നായിട്ട് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്കിത് വെള്ളവും ഈ മാവും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ചൂടോട് കൂടെ തന്നെ ക്യാരി ബാഗിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഞാനിവിടെ ചൂടോട് കൂടെ തന്നെ നമ്മൾ കൈയൊന്നും തൊടാതെ തന്നെ എങ്ങനെ മാവ് കുഴച്ചെടുക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു നീളത്തിലുള്ളൊരു ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അന്നേരം ഈ മാവ് ചൂടോട് കൂടെ തന്നെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ കൈകൊണ്ട് നമ്മൾ ചൂടോട് കൂടെ കുഴച്ചെടുക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ആ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഗ്ലാസ് നല്ല അമർത്തി പ്രസ് ചെയ്തപ്പോൾ നന്നായിട്ട്
നന്നായിട്ട് നമ്മളുടെ മാവ് കുഴച്ചതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതിയാവും. ഇങ്ങനെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പത്തിരി ഉണ്ടാക്കാൻ മടിയുള്ളവർ പോലും 30 ദിവസവും ഇനി പത്തിരി ഉണ്ടാക്കും. അത്രയ്ക്ക് നല്ല എളുപ്പത്തിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോമ്പിന് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കുക കേട്ടോ. കുഞ്ഞു മക്കൾക്ക് വരെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കറിലുള്ള മാവും നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. രണ്ട് മാവും രണ്ട് രീതിയിലും നമുക്ക് കൈ വേദനിക്കാതെ കൈ പൊള്ളാതെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഒറ്റയടിക്ക് ഒരു 10 പത്തിരിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി പ്രസ്സോ അതുപോലെ തന്നെ കുഴലോ ചപ്പാത്തി പലകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ക്യാരി ബാഗ്സ് ഉണ്ടായാൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്ക് മുകളിലായിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര എണ്ണമാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതുപോലുള്ള ഒരു പരന്നൊരു പാത്രമോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല റൗണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒറ്റയടിക്ക് ഒരു 5-8 പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒറ്റയടിക്കൊരു 10 പത്തിരിയൊക്കെ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കവേഴ്സ് ഒന്ന് ഉണ്ടായാൽ മാത്രം മതിയാവും. ഇനി നമുക്കിത് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റൗണ്ടിലുള്ള പാത്രമോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ടാക്കി എടുത്താൽ മതിയാവും. കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കവറിൽ വെച്ച് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താലും മതിയാവും കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ നമ്മൾ കവറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചു തരുന്നു എന്ന് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം നമ്മളുടെ മാവ് വെന്തത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. നമ്മളുടെ ഈ ഒരു പത്തിരിയുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പത്തിരി ഉണ്ടാക്കാൻ മടിയുള്ളവർ അതുപോലെ തന്നെ പത്തിരി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഷ്ടപ്പെടാതെ പത്തിരി എത്ര എണ്ണം വേണമെങ്കിലും മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്യാരി ബാഗിൽ വെച്ചിട്ട് ഇതുപോലെ പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പത്തിരിയും ഇതുപോലെ നല്ല ലെയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ഫുള്ള് വെച്ചാലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഹോട്ട് ബോക്സിൽ നമ്മൾ ചൂടോടുകൂടെ ഒരു പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിയിലൊരു പാത്രം അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ടവല് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ പത്തിരി തണുത്തു പോകില്ല. മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന വെള്ളം പെട്ടെന്ന് നമ്മുടെ പത്തിരിയിലേക്ക് പിടിക്കുകയില്ല. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വലിയ ചട്ടിയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കുറച്ചധികം പത്തിരി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പത്തിരിയും ഇടിയപ്പവും ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. സേവനാഴി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൽ കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഞാൻ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സേവനാഴിയിൽ എങ്ങനെയാണോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഇടിയപ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ സേവനാഴിയിൽ മാവ് നിറച്ച് പിന്നെ നമ്മളത് തിരിച്ചൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോഴേക്കും നമ്മളുടെ ടൈം തന്നെ വേസ്റ്റ് ആവും. എന്നാൽ ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ഹോൾ ഇട്ട് കൊടുത്തില്ല, അത് നമുക്ക് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. അത് നമ്മളുടെ സേവനാഴിയിൽ ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ ഒരു വലിപ്പത്തിലുള്ള ഹോളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. കുഞ്ഞു മക്കൾക്ക് വരെ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാ രീതിയിലും ഇതുപോലൊന്ന് പിഴിഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം.
പാൽ കവറിന് പകരമായിട്ട് വേറെ ഏത് കവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓയിലിൻ്റെ കവറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സേവനാഴി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കണേ.